ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കണമെന്ന ആവശ്യം ശക്തം. കരാർ നൽകിയിട്ടും നടപടികൾ കരാറുകാരൻ ആരംഭിച്ചിട്ടില്ല എന്നാണ് നഗരസഭയുടെ വാദം. മഴക്കാലത്തിനു മുൻപ് മണൽ നീക്കിയില്ലെങ്കിൽ പുഴയിൽ വെള്ളം കൂടുമ്പോൾ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഭാരതപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ മണലെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഷൊർണൂർ തടയണയിൽ പ്രവൃത്തികൾക്ക് അനക്കം തട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രളയകാലത്ത് ഷൊർണൂർ തടയണയിൽ മണൽ വന്നടിഞ്ഞുകൂടിയത് വെള്ളം സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കിയിരുന്നു. വെള്ളം സംഭരിക്കാൻ കഴിയാതായതോടെ സമീപത്തെ ഏക്കർ കണക്കിന് കൃഷിയും പ്രതിസന്ധിയിലായിരുന്നു. ഷൊർണൂരിലെ കാരക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ കൃഷിക്ക് വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ വിണ്ടുകീറിയ നിലയിലായിരുന്നു. ഇതാണ് കർഷകർക്കും കോളനി നിവാസികൾക്കും ഇത്തവണയും ആശങ്ക. എന്നാൽ മണലെടുക്കുന്നതിന് കരാർ നൽകിയിട്ടുണ്ടെന്നും കരാറുകാരൻ നടപടികൾ ആരംഭിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ഭാരതപ്പുഴയിൽ നിന്ന് മണലെടുക്കാൻ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായത് കരാർ ഒപ്പുവെച്ചു. കണ്ണൂർ ആസ്ഥാനമായിട്ടൊരു കമ്പനിയാണ് അത് ടെൻഡർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മഴയുടെ മുമ്പ് തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണെങ്കിൽ തടയണയ്ക്ക് കൂടാണ് കുറച്ചുകൂടി കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അവർക്ക് മണലെടുക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു സത്വരമായിട്ടുള്ള നടപടി കരാറെടുത്ത കരാറുകാരൻ പെട്ടെന്ന് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി ഉടനെ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. ആകെ 360 മീറ്റർ നീളത്തിലും 2.5 മീറ്റർ ഉയരത്തിലുമാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത്. പ്രതിദിനം 20 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലശുദ്ധീകരണി, പമ്പിംഗ് മെയിനുകൾ, മോട്ടോർ പമ്പുകൾ, ട്രാൻസ്ഫോമർ എന്നിവ ഉൾപ്പെടെയുള്ള കുടിവെള്ള പദ്ധതിയാണ് ഭാരതപ്പുഴയിൽ നിലവിലുള്ളത്. ഷൊർണൂർ നഗരസഭാ പ്രദേശത്തിനും വാണിയംകുളം പഞ്ചായത്തിനുമായാണ് തടയണ പദ്ധതി കൂടുതൽ ഗുണം ചെയ്തത്. തൃശൂർ ജില്ലാ മൈനർ ഇറിഗേഷൻ വിഭാഗമാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് ഷൊർണൂർ ചെറുതുരുത്തി തീരങ്ങളെ ബന്ധിപ്പിച്ചുള്ള തടയണ നിർമ്മിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.